നിമിഷങ്ങൾ കടന്നു പോകുന്തോറും ജീവവായു കുറഞ്ഞു വന്ന് മരണത്തോടടുക്കുന്ന അതിദാരുണമായ സാഹചര്യം. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ പ്രവചനാതീതമായ ഹിമാലയൻ ഭൂപ്രകൃതിയിൽ ഇരുവശവും അടഞ്ഞു കിടക്കുന്ന തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ 41 മനുഷ്യർക്ക് അപകടത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ അനുഭവപ്പെട്ട അവസ്ഥയാണിത്. കഥയുടെ ക്ലൈമാക്സ് ആദ്യമേ പറയാം. 41 പേരും രക്ഷപ്പെട്ടു. എന്നാലും എന്തിനായിരിക്കും ഞാനിത് ആദ്യമേ പറയുന്നത്? അവർ രക്ഷപ്പെട്ടു എന്നതിലല്ല, എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിലും 17 ദിവസം എങ്ങനെ അതിജീവിച്ചു എന്നതിലുമാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുതകൾ ഒളിഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസവും സംഭവിച്ച കാര്യങ്ങളൊക്കെ അക്കമെണ്ണി വായിച്ചെടുത്ത സമയത്ത് ശ്വാസമുട്ടൽ തോന്നിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനൊന്ന് ഉറപ്പിച്ച് പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. നമ്മൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിന് വെറും 50,000-ൻ്റെ കുറവിൽ നിൽക്കുകയാണ്. ഈ വർഷാവസാനം നമുക്കത് സാധിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ 2 പേർക്ക് ഈ വീഡിയോ എന്താണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. 12,000 കോടിയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന ചാർധാം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ സിൽക്യാര ബെൻഡ് ബർക്കോട്ട് ടണലിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്താണ് ഈ ചാർധാം പദ്ധതി? വർഷാവർഷവും വലിയ തീർത്ഥാടക പ്രവാഹമുണ്ടാവാറുള്ള ഹിന്ദുമത വിശ്വാസപ്രകാരം പുണ്യസ്ഥലങ്ങളായി പരിഗണിക്കപ്പെടുന്ന കേദാർനാഥ്, ബദരീനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ 4 സ്ഥലങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വലിയൊരു ഹൈവേ പ്രൊജക്റ്റാണിത്. സ്വാഭാവികമായും വലിയ ഹൈവേ പ്രൊജക്റ്റുകളിൽ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം കുറയ്ക്കാൻ തുരങ്കങ്ങൾ നിർമ്മിക്കേണ്ടി വരും. ഇവിടെ പക്ഷേ ഉത്തരാഖണ്ഡിലെ പ്രവചനാതീതമായ ഹിമാലയൻ ഭൂപ്രകൃതിയെയാണ് നമ്മൾ ഇരുമ്പ് കൊണ്ട് വെല്ലുവിളിച്ചത്. സിൽക്യാര ബെൻഡ് ബർക്കോട്ട് ടണലിൻ്റെ നിർമ്മാണത്തിൻ്റെ പല ഘട്ടത്തിലും അത് പൊളിഞ്ഞിട്ടുണ്ട്. 20ഓളം തവണ പൊളിഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വലിയ കാര്യമൊന്നുമല്ല. ടണലിൻ്റെ നിർമ്മാണത്തിൻ്റെ പല ഘട്ടത്തിലും ടണലിൻ്റെ പല ഭാഗങ്ങളും അടർന്നു വീഴുകയും പൊളിയുകയും എല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ ഈ ടണൽ പൊളിഞ്ഞ സമയത്ത് ആദ്യമായിട്ടായിരുന്നു അതിൽ മനുഷ്യർ കുടുങ്ങിപ്പോയത്. 2023 നവംബർ 12 രാവിലെ 5:30 തുരങ്കത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘട്ടം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതായത് ഒരു നിശ്ചിത പരിധി വരെ തുരങ്കം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നിർമ്മിച്ച തുരങ്കത്തിന് കേടുപാടുകൾ വല്ലതും ഉണ്ടോ എന്ന് 41 തൊഴിലാളികൾ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീപ്രൊഫൈലിംഗ് വർക്ക് എന്നാണ് ഇതിന് പറയുക. അതായത് ഹിമാലയൻ ഭൂപ്രകൃതി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ടണലുമായി ചേർന്ന് കിടക്കുന്ന കല്ലുകൾക്ക് മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ടെസ്റ്റുകളെല്ലാം ചെയ്ത ശേഷമാണ് കൃത്യമായിട്ട് തുരങ്കം നിർമ്മിക്കുക. എങ്കിൽ പോലും നിർമ്മാണ ശേഷം മാറ്റം വല്ലതും വന്നാൽ അത് ടണലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. തൊഴിലാളികൾ ഈ കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിൽക്യാര ഗുഹാമുഖത്തു നിന്നും 270 മീറ്റർ മാറി തുരങ്കം ഇടിഞ്ഞു വീഴുകയാണ്. ഈ തുരങ്കത്തിൻ്റെ മുകൾ ഭാഗത്തെല്ലാമുള്ള കല്ലുകളിൽ ക്യാവിറ്റി ഉണ്ടെങ്കിലോ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാലോ, മുകൾ ഭാഗത്ത് മലയാണല്ലോ, മണ്ണിടിച്ചിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായാൽ ടണലിൻ്റെ ഏതെങ്കിലും എല്ലാം ഭാഗം പൊട്ടിപ്പോവുകയും ചെയ്യാം. കൃത്യമായിട്ട് എന്താണ് ടണൽ പൊളിയാനുള്ള കാരണമെന്നറിയില്ല എങ്കിലും ടണലിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോവാണ്. ഏതാണ്ട് 60 മീറ്ററോളം കല്ലും മണ്ണും ചേർന്ന് അടിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ടണൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 2 ഭാഗത്തും അതിന് എൻട്രൻസ് ഉണ്ടാവും അല്ലേ? ഒരു ഭാഗത്തൂടെ കയറുന്നു, മറ്റു ഭാഗത്തൂടെ ഇറങ്ങുന്നു. മലയുടെ ഉള്ളിലൂടെ എല്ലാമാണ് സാധാരണ ഇത് ഉണ്ടാവാറുള്ളതും. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സിൽക്യാര ബെൻഡ് ബർക്കോട്ട് ടണൽ എന്നാണല്ലോ ഇതിൻ്റെ പേര്. ആ പേരിൻ്റെ യഥാർത്ഥ കാരണം സിൽക്യാരയെയും ബർക്കോട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ടണൽ. സിൽക്യാരയിൽ നിന്നും പണി നടക്കുന്നുണ്ട്, ബർക്കോട്ടിൽ നിന്നും പണി നടക്കുന്നുണ്ട്. എന്നാൽ ഈ 2 ഭാഗങ്ങളും കൂട്ടിമുട്ടിയിട്ടില്ല. ഈ 2 ഭാഗങ്ങളും തമ്മിലുള്ള അകലം ഏതാണ്ട് 441 മീറ്ററാണ്. തൊഴിലാളികൾ കുടുങ്ങിയ സ്ഥലത്ത് നിന്നും മുൻപോട്ട് നോക്കുകയാണെങ്കിൽ 60 മീറ്ററോളം മണ്ണിടിഞ്ഞ് വീണിരിക്കുകയാണ്. അപ്പോൾ തൊഴിലാളികൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ടണലിൻ്റെ ഉൾവശത്താണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഇടുങ്ങി ഞെരുങ്ങിയൊന്നുമല്ല ഇവർ നിൽക്കുന്നത്. ഏതാണ്ട് 8.5 മീറ്റർ ഉയരവും ഇവർ നിൽക്കുന്ന സ്ഥലവും 2 അടവുകളും തമ്മിൽ ഏതാണ്ട് 2 കിലോമീറ്റർ നീളവുമുണ്ട്. ടണലിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു എങ്കിലും വൈദ്യുതി നിലച്ചിട്ടുമില്ല. ചെറിയ രീതിയിൽ വെളിച്ചവുമുണ്ട്. പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തിയ കാര്യം, ഒരുപാട് സമയം ഇതിനുള്ളിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഏതാണ്ട് 4-5 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ഓക്സിജൻ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ട് മാറും. ടണലിൻ്റെ മുകൾ ഭാഗത്ത് മലയാണ്. അതുകൊണ്ട് മുകൾ ഭാഗത്തുകൂടെ ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് കടക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. അങ്ങനെ നടക്കണമെങ്കിൽ വെർട്ടിക്കൽ ഡ്രില്ലിംഗ് നടത്തി ടണലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ടണലിൻ്റെ പുറകു വശത്തുകൂടെ, അതായത് 441 മീറ്റർ തുറന്നു കഴിഞ്ഞാൽ ഇവർ കുടുങ്ങിയ ഈ സ്ഥലത്തേക്ക് പുറത്തു നിന്നും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുള്ള ഏതാണ്ട് 60 മീറ്ററോളം കട്ടിയിൽ നിൽക്കുന്ന കല്ലും മണ്ണും നിറഞ്ഞ സ്ഥലം തുറന്ന് അതിനുള്ളിലൂടെ രക്ഷാപ്രവർത്തനം നടത്തുക. എന്താണെങ്കിലും അധികം വൈകിപ്പിച്ചില്ല. ഉടൻ തന്നെ സർക്കാരിൻ്റെ അനുമതിയോടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദഗി എന്നാണ്
ആ രക്ഷാപ്രവർത്തനത്തിന് പേര് നൽകിയത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ പല ഘട്ടങ്ങളിലായി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ഇന്ത്യൻ മിലിറ്ററി, BRO, NDRF, സത്ലജ് ജൽ വൈദ്യുത് നിഗം ലിമിറ്റഡ്, NHIDCL, THDCL എന്നിവരെല്ലാം പങ്കുചേർന്നിരുന്നു. രക്ഷാപ്രവർത്തനത്തിൻ്റെ 1-2 ദിവസങ്ങളിൽ ആദ്യം ചെയ്തത് ചെറിയ ട്യൂബുകൾ രക്ഷാപ്രവർത്തകർ പുറത്തുനിന്നും തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുക എന്ന കാര്യമായിരുന്നു. അതായത് ഓക്സിജൻ എത്രയും പെട്ടെന്ന് തീരാൻ സാധ്യതയേറെയാണ്. 4-5 ദിവസം മാത്രമേ അതിനുള്ളിൽ ഓക്സിജൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പം നമ്മൾ ഇവിടുന്ന് തുറന്നു തുടങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ മാസങ്ങളെടുത്തേക്കാം, അല്ലെങ്കിൽ ആഴ്ചകളെടുത്തേക്കാം. ആ സമയമാകുമ്പോഴേക്കും ജീവവായുവില്ലാതെ തുരങ്കത്തിൽ കുടുങ്ങിയ ആളുകൾക്ക് അപകടം സംഭവിക്കാൻ വേണ്ടി പാടില്ല. പിന്നീട് കുറച്ചുകൂടെ വലിയ, അതായത് വെള്ളവും ഉണങ്ങിയ ചെറിയ ലഘുഭക്ഷണങ്ങളും കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കുറച്ചുകൂടെ, അതായത് ഓക്സിജൻ പോകുന്നതിലും കുറച്ചുകൂടെ വലിപ്പമുള്ള ട്യൂബും അതിനുള്ളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുകയാണ്. 3-ാമത്തെ ദിവസം ഹൊറിസോണ്ടൽ ഡ്രില്ലിംഗ് ആരംഭിക്കുകയാണ്. അതായത് തുരങ്കത്തിന് മുന്നിലുള്ള 60 മീറ്റർ മണ്ണും കല്ലും അടിഞ്ഞ സ്ഥലമില്ലേ, അത് തുരന്ന് ഉള്ളിലേക്ക് എത്താനുള്ള ശ്രമമാണ്. എന്നാൽ വളരെ പെട്ടെന്നങ്ങ് തുരന്നു പോകാനൊന്നും പറ്റില്ല. 1-ാമത് തുരങ്കം പൊളിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ശക്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ തുരങ്കത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും അടർന്നു വീഴാനോ പൊളിഞ്ഞു പോകാനോ സാധ്യതയേറെയാണ്. എന്താണെങ്കിലും രക്ഷാദൗത്യം ആരംഭിച്ചിരിക്കുകയല്ലേ. തുരങ്കമുണ്ടാക്കുന്ന മെഷീൻ ഉപയോഗിച്ച് ചെറിയ രീതിയിൽ ഇവർ തുരക്കുന്നുണ്ട്. അതേസമയം കല്ലും മണ്ണും കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് പൊടിയുന്ന സമയത്ത് മണ്ണ് കൂടുതലായിട്ട് വരും. അത് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. എന്നാൽ ആ ദിവസത്തിൻ്റെ അവസാനത്തോടെ ഇവർ മറ്റൊരു കാര്യം തിരിച്ചറിയുന്നു. ഇങ്ങനെ പോയാൽ മാസങ്ങളെടുത്താലും ഈ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ ആളുകളുടെ അടുത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടുതൽ ശക്തിയേറിയ അമേരിക്കൻ നിർമ്മിത ഓഗർ മെഷീൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കേണ്ടത് അനിവാര്യമാണ്. 4-ാം ദിവസം ഡൽഹിയിൽ നിന്ന് അമേരിക്കൻ നിർമ്മിത ഓഗർ മെഷീൻ, അതായത് ശക്തിയായി തുരങ്കങ്ങൾ കുഴിക്കാൻ സാധിക്കുന്ന രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള മെഷീൻ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എയർക്രാഫ്റ്റ് കാരിയറിൽ 3 ഭാഗങ്ങളാക്കി കൊണ്ടുവന്ന് അവിടെ വെച്ച് കണക്ട് ചെയ്യുകയാണ്. എന്നാൽ വലിയ മെഷീനാണ്, അത് കണക്ട് ചെയ്യാൻ അത്രത്തോളം എളുപ്പമായിരുന്നില്ല. ഏതാണ്ട് 1 ദിവസത്തോളം എടുത്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിക്കുന്നത്. 5-ാം ദിവസം ഓഗർ മെഷീൻ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 900 mm ഡയമീറ്ററുള്ള ഒരു പൈപ്പ് ഈ മണ്ണിനിടയിലൂടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്കിടയിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ എന്ത് സംഭവിക്കും? അവരെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ ഈ 900 mm പൈപ്പ് കുറച്ച് മുന്നിലേക്ക് കയറ്റുന്ന ആ സമയത്ത് തന്നെ ഒരു ക്രാക്കിംഗ് സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ തുരന്നങ്ങ് പോയിക്കോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആ സൗണ്ടിൻ്റെ കാരണം എന്താണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. കാരണം കുട്ടികളും അമ്മയും അച്ഛനും സുഹൃത്തുക്കളും എല്ലാം ഉള്ള 41ഓളം മനുഷ്യരാണ് ആ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല. 6-ാമത്തെ ദിവസമായ സമയത്ത് നമുക്കറിയാം, ക്രാക്കിംഗ് സൗണ്ട് കേട്ട് ഓഗർ മെഷീൻ പ്രവർത്തനം നിർത്തിയ ഒരു സമയമാണ്. ഈ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ മനുഷ്യരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അധികാരികളോട് ചോദിക്കുന്നതാണ്, എന്താണ് രക്ഷാപ്രവർത്തനം ഇനി തുടങ്ങാത്തത്, ഇനി എപ്പോഴാണ് തുടങ്ങുക? അത് പക്ഷേ നമ്മളിൽ പലരും ചിന്തിക്കുന്നത് പോലെ വെറും ഒരു ചോദ്യമായിരുന്നില്ല. തുരങ്കത്തോട് ചേർന്ന് ഈ ബന്ധുക്കളെല്ലാം സംഘടിക്കുകയാണ്. അവർ തങ്ങളുടെ പ്രതിഷേധവും അറിയിക്കുന്നു. ഈ സമയത്ത് ഗവൺമെൻറ് തീരുമാനിച്ചത്, എന്നാൽ പിന്നെ വെർട്ടിക്കലായി മലയുടെ മുകളിൽ നിന്നും തുരങ്കത്തിലേക്ക് മറ്റൊരു പാത ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കുടുങ്ങിയ ആളുകളെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി പറ്റുന്നതല്ലേ, അതുകൊണ്ട് ആ കാര്യവും ചെയ്യട്ടെ. അതായത് ഹൊറിസോണ്ടൽ ഡ്രില്ലിംഗ് നടക്കുന്ന ആ സമയത്ത് തന്നെ വെർട്ടിക്കലായി മറ്റൊരു പാതയും നിർമ്മിക്കാൻ സാധിച്ചാൽ ഏതാണോ വിജയിക്കുക അതുവഴി വളരെ പെട്ടെന്ന് തൊഴിലാളികളെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓഗർ മെഷീൻ പ്രവർത്തിപ്പിച്ച സമയത്ത് കേട്ട ക്രാക്കിംഗ് സൗണ്ടിൻ്റെ കാരണവും കാര്യവുമെല്ലാം കൃത്യമായി മനസ്സിലായതുകൊണ്ട് നമുക്കറിയാം, ഹൊറിസോണ്ടൽ ഡ്രില്ലിംഗ് വീണ്ടും ആരംഭിച്ചു. അതേസമയം തന്നെ വെർട്ടിക്കൽ ഡ്രില്ലിങ്ങും നടക്കുന്നുണ്ട്. എന്നാൽ സമയം വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 9 ദിവസങ്ങൾ പിന്നിടുന്നു. 9-ാം ദിവസമായ സമയത്തും ഈ തൊഴിലാളികളെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിക്കാത്തതിനാൽ കൂടുതൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുടെ മേൽനോട്ടം ഉണ്ടാവണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഓസ്ട്രേലിയൻ ടണലിംഗ് എക്സ്പേർട്ടായിട്ടുള്ള, ഇത്തരം ടണലുകൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള അർണോൾഡ് ഡിക്സ് എന്ന വ്യക്തിയെ രക്ഷാദൗത്യത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു. ഇദ്ദേഹം വന്ന് കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു. ആദ്യം വന്ന് നോക്കണമല്ലോ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം തുരങ്കത്തിൻ്റെ പുറത്ത് സംഘടിച്ച് നിൽക്കുന്ന, വിഷമിച്ച് നിൽക്കുന്ന ഈ തൊഴിലാളികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടല്ലോ, അവരോട് ഒരു വാക്ക് പറയാണ്, ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ എന്താണെങ്കിലും ഈ തുരങ്കത്തിൽ കുടുങ്ങിയ മനുഷ്യരെല്ലാം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ്. 9-ാമത്തെ ദിവസം തന്നെ മറ്റൊരു കാര്യവും സംഭവിക്കുകയാണ്. ഏതാണ്ട് 6 ഇഞ്ച് വലുപ്പമുള്ള ഒരു പൈപ്പ് രക്ഷാദൗത്യ സംഘത്തിന് കൃത്യമായി തൊഴിലാളികളുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കുകയാണ്. ആ സമയത്താണ്
ആദ്യമായി തൊഴിലാളികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ശബ്ദമെങ്കിലും ഇവർ കേൾക്കുന്നത് ആ പൈപ്പിലൂടെ സാമാന്യം കുഴപ്പമില്ലാത്ത ചൂടുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും, കുറച്ചധികം വെള്ളം കൊടുക്കാനും, വോക്കി ടോക്കി കൊടുക്കാനും, മൊബൈൽ കൊടുക്കാനും, അതിൻ്റെ ചാർജർ കൊടുക്കാനും, അത്യാവശ്യമുള്ള മരുന്നുകൾ എത്തിച്ചു നൽകാനും രക്ഷാസംഘത്തിന് സാധിക്കുകയാണ്. അതായത് ഈ സംഭവമാണ് തൊഴിലാളികളുടെ വീഡിയോ പുറത്തു വരാൻ കാരണമായത്. പലപ്പോഴും ചെറിയ ചെറിയ തകരാറുകൾ സംഭവിച്ചു എങ്കിലും കൃത്യമായി തന്നെ ഓഗർ മെഷീന് പണിയെടുക്കാൻ സാധിക്കുകയാണ്. ശക്തിയേറിയ മെഷീനാണല്ലോ, ഇത് കൃത്യമായിട്ട് തുരന്ന് മുന്നോട്ട് പോകുന്നു. എന്നാൽ 12ാമത്തെ ദിവസം ഓഗർ മെഷീൻ വെച്ച പ്ലാറ്റ്ഫോമിന് ഒരു പ്രശ്നം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിന് പ്രശ്നം സംഭവിച്ചാൽ വീണ്ടും ആ തുരങ്കം നിർമ്മിക്കുന്ന മെഷീൻ കൊണ്ട് തുരങ്കം തുറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഓഗർ മെഷീൻ അഴിച്ചു മാറ്റി അതിനുശേഷം പ്ലാറ്റ്ഫോം ശരിയാക്കി വീണ്ടും കൊടുക്കണം. ഇത് അഴിച്ചു മാറ്റി വീണ്ടും കൊടുക്കുക എന്ന് പറയുന്നത് മണിക്കൂറുകൾ നീളുന്ന ഒരു പ്രോസസ്സാണ്. രക്ഷാദൗത്യം വീണ്ടും വൈകാൻ ഇത് കാരണമാവുകയാണ്. ദിവസങ്ങൾ പിന്നിട്ടു. 14ാമത്തെ ദിവസം മറ്റൊരു കാര്യവും സംഭവിച്ചു. നിരവധി തവണ ചെറിയ രീതിയിൽ കേടായിപ്പോയ ഓഗർ മെഷീൻ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തുകയാണ്. അതായത് ആ മെഷീൻ പൂർണ്ണമായിട്ടും കേടായിപ്പോയി. എന്നാലും ഇത് ശരിയാക്കാൻ പറ്റുമോ എന്ന് എക്സ്പേർട്സ് നോക്കുന്നുണ്ട്. പക്ഷേ ഈ മെഷീൻ പൂർണ്ണമായിട്ടും മരണപ്പെട്ടു. 16ാമത്തെ ദിവസം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? മുന്നോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 12 മീറ്റർ മാത്രമാണ്. 12 മീറ്റർ കൂടെ നമ്മൾ തുരന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തകർക്ക് കൃത്യമായിട്ട് ഈ തൊഴിലാളികളുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നതാണ്. 16 ദിവസങ്ങൾക്ക് ശേഷം അവർ രക്ഷിക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ 16ാമത്തെ ദിവസം ഈ ഒരു ചതി സംഭവിച്ചിരിക്കുകയല്ലേ. ഓഗർ മെഷീൻ കേടായിപ്പോയി. ഇനി പുതിയ ഓഗർ മെഷീൻ വരുത്തണമെങ്കിലോ അതെല്ലായിടത്തും ഉള്ള കാര്യമല്ലല്ലോ. അതുപോലെ ഈ മെഷീൻ വരുത്തി അത് അസംബിൾ ചെയ്യുക എന്ന് പറയുന്നത് വീണ്ടും ദിവസങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് വീണ്ടും കേടായാലോ? വീണ്ടും പ്രതിസന്ധിയായി. ഇനിയും ഈ രക്ഷാദൗത്യം നീട്ടിവെക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ രക്ഷാസംഘം മറ്റൊരു തന്ത്രം മെനയാണ്. അതായത് മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് ഇനി മുന്നിലുള്ള മണ്ണ് മാറ്റി തൊഴിലാളികളെ പുറത്തെത്തിക്കുക. എന്നാൽ കൈകൊണ്ട് ഉപയോഗിക്കാവുന്ന കൈക്കോട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് തുരങ്കം തുരക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ ഇത് ചെയ്യാൻ സാധിക്കുന്ന വിദഗ്ധരുണ്ട്. റാറ്റ് ഹോൾ മൈനേഴ്സ് എന്നാണ് ഇവരറിയപ്പെടുന്നത്. പരമ്പരാഗത രീതിയിൽ കൽക്കരി ഖനികളിലെല്ലാം ജോലി ചെയ്യുന്ന എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു 12 അംഗ സംഘത്തിനെ നിയോഗിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരത്തിൽ റാറ്റ് ഹോൾ മൈനിങ് നടത്തുക എന്നുള്ളത് വളരെയധികം അപകടം പിടിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തുരങ്ക നിർമ്മാണം ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളതുമാണ്. എങ്കിലും ഈ രക്ഷാദൗത്യത്തിന് ആ മാർഗം തന്നെ തിരഞ്ഞെടുക്കുന്നു. റോക്ക്വെൽ എൻ്റർപ്രൈസസ് എന്ന കമ്പനിയുടെ ഭാഗമായ 12 പേർ സാധാരണക്കാരാണ്, കൂലിപ്പണിക്കാരാണ്. അവർ കൈകൊണ്ട് തുരന്ന്, അതും കുറഞ്ഞ സമയമൊന്നുമല്ല, ഏതാണ്ട് 24 മണിക്കൂറോളം വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ട് ഉറങ്ങാതെ തുരന്ന് 2023 നവംബർ 28 രാത്രി 8 മണിയൊക്കെ ആയപ്പോൾ ഈ തൊഴിലാളികളുടെ അടുത്തെത്തുകയാണ്. ആദ്യം ഒരു തൊഴിലാളിയെ സ്ട്രക്ചറിൽ പുറത്തേക്ക് എത്തിക്കുന്നു. പിന്നെ ഓരോരുത്തരെയായി 41 പേരെയും അപകടങ്ങളൊന്നുമില്ലാതെ രക്ഷിച്ചെടുക്കാൻ രക്ഷാസംഘത്തിന് സാധിക്കുകയാണ്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഒരു തൊഴിലാളിയും കാണിച്ചിട്ടില്ല എങ്കിലും ഇവരെ കാത്ത് സർവ്വസജ്ജമായി ഒരു മെഡിക്കൽ ടീം തന്നെ പുറത്തുണ്ടായിരുന്നു. ഇവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം പുറത്ത് ഒരുക്കി വെച്ചിരുന്നു. അതിലുപരി അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ബന്ധുക്കൾ, അവരുടെ വീട്ടുകാർ എല്ലാം തന്നെ അവരെ കാത്ത് പുറത്തുണ്ടായിരുന്നു. ഇവർ പുറത്തേക്ക് എത്തിയ സമയത്ത് ഇവരെ മാലയിട്ട് സ്വീകരിച്ചു. അതുപോലെ ഈ തൊഴിലാളികളെ രക്ഷിക്കാൻ 24 മണിക്കൂറും വിശ്രമമില്ലാതെ പണിയെടുത്ത ആ റാറ്റ് ഹോൾ മൈനേഴ്സില്ലേ, അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ സന്തോഷം അറിയിച്ചത്. അപ്പോഴെന്തായാലും ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ഈ അടുത്ത് സംഭവിച്ച ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഒരുപാട് അതിജീവനത്തിൻ്റെ കഥകൾ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം ഈ ഒരു സംഭവം ഇന്ത്യയിൽ സംഭവിച്ച സമയത്ത് ഈ കഥ പറയുമോ എന്ന് ചോദിച്ച് ധാരാളം പേർ സമീപിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വീഡിയോ ചെയ്യാൻ എന്താണെങ്കിലും സമയമെടുക്കുന്നതാണ്. കാരണം ആ കാര്യങ്ങൾ വായിക്കണം, മനസ്സിലാക്കണം, കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യണം. അത് വീഡിയോ ആയിട്ട് വരണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കുന്നതാണ്. പക്ഷേ വീഡിയോ വരുന്ന സമയത്ത് നിരാശപ്പെടുത്താതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് എഴുതണം. കൂടുതൽ ആളുകൾ കാണാനും അവർക്ക് ഈ സംഭവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് ലഭിക്കാനും വേണ്ടി ഈ വീഡിയോ എന്താണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.